വളർന്നു വരികയാണ്. ഇതുപോലെ അല്ലാഹുവിന്റെ മതത്തെ കാറ്റിൽ പറത്താൻ ആളുകൾ ഇറങ്ങി. ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആദ്യം വന്ന് പുരുഷന്റെ ജനാസ കാണുന്നത് ആരാണ്? അപ്പുറത്തെ വീട്ടിലെ താത്ത അടുക്കളയിൽ നിൽക്കുന്ന വേഷത്തിൽ ഓടിങ്ങി വന്നിട്ട് ഇപ്പുറത്തെ വീട്ടിലെ കാക്കാടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. മോളെ, അന്യപുരുഷന്റെ ജനാസ കാണൽ ഹറാമാണ്. അന്യപുരുഷന്റെ ജനാസ കാണാൻ പാടില്ല, ഹറാമാണ്. അന്യ സ്ത്രീയുടെ ജനാസ കാണാൻ പാടില്ല, ഹറാമാണ്. പൊതുദർശനം എന്നത് ഇസ്ലാമിന്റെ സമ്പ്രദായമല്ല. അതിവിടുത്തെ ബഹുമത സമൂഹങ്ങൾ കൊണ്ടുവന്നൊരു കാര്യമാണ്. ഇസ്ലാമികമായി ന്യായീകരിക്കേണ്ടതല്ല. ഇസ്ലാമിൽ എവിടെ പൊതുദർശനം പറഞ്ഞത്? ഇല്ല. ഇന്നങ്ങനെയല്ല. ഒരിടത്ത് മരിച്ചുപോയാൽ ആണും പെണ്ണും ഇടകലർന്ന് കാണുന്ന കാലം. അതുപോലെ തന്നെയോ മയ്യത്ത് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ മയ്യത്ത് പൊതിയാൻ നേരം ഒരു രണ്ടാമതൊരു കാണൽ. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? താത്തായും കാക്കായും ഇടിച്ചു കയറിയിട്ട് മയ്യത്ത് കണ്ടു. ഈ പൊതിഞ്ഞങ്ങോട്ട് ഇറങ്ങാൻ നേരമാണ്. അതാ എവിടെ നിന്നാണ്ട് ഒരാൾ ഓടി വരുന്നു, എനിക്കൊന്ന് കാണണം. മയ്യത്ത് തുറന്നു, കാണിച്ചു കഴിഞ്ഞു. പള്ളിയിലേക്ക് ചെന്ന് നിസ്കരിക്കാൻ നേരം കാണാ കുറച്ചുപേരെ കാണിക്കൽ അവിടെ. എന്നിട്ട് കബറിൽ കൊണ്ടുവരാൻ നേരം കാണാം അതാ ഒരു വണ്ടി ലേറ്റായി പോയ താത്ത ഓടി വരുന്നു. ഞാൻ കണ്ടില്ല. ഒരു സ്ഥലത്ത് അങ്ങനെ കബറിനെടുക്ക മയ്യത്ത് കൊണ്ട് വെച്ചപ്പോൾ രണ്ട് താത്താമാർ ഓടി വന്നു. ഈ മയ്യത്ത് കബറിൽ ഇറക്കി കഴിഞ്ഞു, അവർക്ക് കാണണം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മയ്യത്തിന്റെ ആരാ? മോളോ ഭാര്യയോ പെങ്ങളോ? എന്നാ പോലും ഇങ്ങനെ വരാൻ പാടില്ല. എന്നാലും ഞാൻ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ഇവിടെ നിങ്ങാട്ട് കയറി വന്ന ഒരു താത്തായി മോളോ കാണാൻ പറ്റൂല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. മയ്യത്തിന്റെ ബന്ധുക്കളെ ചിലപ്പോൾ ഉൾക്കൊള്ളൂല. അപ്പൊ അവർ പറഞ്ഞു ആ മുസ്ലിയാരെ സമ്മതിക്കുന്നില്ല. അപ്പൊ മറ്റേ മുസ്ലിയാരും ആ മുസ്ലിയാർ അങ്ങനെ തന്നെയാണ്. ഏതായാലും അൽഹംദുലില്ലാ അത് കാണാതെ രക്ഷപ്പെട്ടു. അപ്പൊ ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ മയ്യത്ത് പൊതിഞ്ഞിട്ട് പിന്നെ തുറന്ന് കാണിക്കേണ്ട കാര്യമില്ല. അത് ശരിയായ നടപടിയല്ല. ഇന്ന് കബറിന്റെ അടുത്ത് കൊണ്ടുവച്ചൊരു തുറക്കൽ, കബറിന്റെ ഉള്ളിൽ വെച്ചിട്ടൊരു തുറക്കൽ, അവിടെയും ഓടി വരുന്നുണ്ട്. ഈ ദീന് പൊളിച്ചടുക്കിയിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? എന്തൊരു ദുരന്തമാണ് സഹോദര നടക്കുന്നത്. ഇനി ഏതെങ്കിലും മയ്യത്ത് വീട്ടിൽ പോയിട്ട് ആണുങ്ങളൊക്കെ അങ്ങോട്ട് മാറി പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്ന് മാറി രണ്ട് വഴിക്ക് നടക്കണമെന്ന് പറഞ്ഞാൽ കാക്കാമാരുടെ കണ്ണുരുട്ടലാണ്. എവിടുന്ന് വന്ന മൊഴിയാരെ എന്ന ചോദ്യമാണ്. എടാ മോനെ, ദീനിവിടെ നടപ്പിലാക്കാൻ പറ്റാത്തത് ഈ ദാർഢ്യത കൊണ്ടല്ലേ? നമ്മുടെ വീട്ടിൽ മാറ്റേണ്ട കാലം വന്നില്ലേ? മരിച്ചുപോയ കാക്കാനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അയാൾക്ക് എഴുതിട്ട് എടുക്കാൻ പറ്റൂല. അപ്പോൾ മയ്യത്തിനെ കാണിക്കുന്നതിന്റെ കുറ്റം മയ്യത്തിന്റെ കടമപ്പെട്ട ആളുകൾക്കാണ്. അയാൾക്ക് കുറ്റത്തിന്റെ പോലെയൊക്കെ കഴിഞ്ഞു. ചെയ്തു പോയതെല്ലാം അങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ നല്ലത്, മോശമെങ്കിൽ മോശം. അങ്ങോട്ട് കിട്ടേണ്ട സമയം തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഇനി ചെയ്യാൻ പോണ തെറ്റാരുടേതാണ്? ആ മയ്യത്തിന്റെ ബന്ധുവിൻ്റെതാണ്. വാപ്പ മരിക്കുമ്പോ മോൻ അവിടെ നിൽക്കണം. എന്റെ വാപ്പാന്റെ ജനാസ അന്യ സ്ത്രീകൾ കാണാൻ പാടില്ലാന്ന് നിയമം പാസാക്കിയിട്ട് അവിടെ നിന്നിട്ട് വാപ്പാന്റെ ജനാസയ്ക്ക് സംരക്ഷണം കൊടുക്കണം. ഉമ്മ മരിച്ചാൽ അവിടെ നിന്നിട്ട് അന്യപുരുഷന്മാര് കാണാൻ പാടില്ലെന്ന് നിയമം പാസാക്കിയിട്ട് തടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും ഇതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടില്ലെന്ന് മാത്രമല്ല, ദോഷമല്ലേ അവിടെ വലിച്ചു വെക്കുന്നത്. അതിന് നിങ്ങളെ സാക്ഷിയാകല്ലേ? വിശാലമായി കടന്നു പോകുന്നില്ല. അപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കടന്നു പോകണമെങ്കിൽ നല്ല വിജ്ഞാനമാണ് നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടത്. പക്ഷേ ഇൽമ പഠിക്കാൻ ഇന്ന് നമ്മുടെ പെങ്ങന്മാരെ കിട്ടുന്നില്ല. എന്നാൽ ഇമാമിങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മകള് പണ്ഡിതയായിരുന്നു, ആലിമയായിരുന്നു, ഹദീസ് പഠിച്ച മഹദിയാണ്. അതുകൊണ്ട് എന്താ, വാപ്പ വീട്ടിലിരുന്ന് ദർസ് നടത്തുമ്പോ വാപ്പ ഇരിക്കുന്നതിന്റെ പിന്നിൽ വലിയൊരു ബോർഡ്, ഒരു മറ, അതിന്റെ പിന്നിൽ മോള് നിന്നിട്ട് കേൾക്കുക ഹദീസ്. ഇപ്പുറത്തിരിക്കുന്ന ആരാ? വലിയ വലിയ പണ്ഡിതന്മാരാണ്, മുതഅല്ലിമീങ്ങളായി മാലിക് ഇമാമിന്റെ മുമ്പിലുള്ളത്. ഏതെങ്കിലും ഒരാൾ മുവത്തയിലെ ഹദീസ് വായിക്കുമ്പോ റിവായത്ത് തെറ്റിപ്പോയാൽ ഈ കർട്ടനിൽ ഒരു തട്ടൽ കേൾക്കും, ഈ ബോർഡിൽ. അപ്പൊ മാലിക് ഇമാമിന് മനസ്സിലാകും ഇവിടെ വായിച്ചത് എവിടെയോ ഒന്ന് മിസ്റ്റേക്ക് ആയി പോയി. അപ്പൊ പറയും ഒന്നുകൂടി മടക്കി വായിച്ചേ എന്ന് പറയും.
അതുപോലെ പഠിച്ച മഹദിയാണ് മാലിക് ഇമാമിന്റെ മകൾ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. എങ്ങനെയാണ് 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാനായ പണ്ഡിതനാണ് സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ. സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനാണ്. ഈ 40 കൊല്ലം ദർസ് നടത്തുമ്പോൾ രാജ്യത്തിന്റെ ഭരണാധികാരി വിളിക്കും, ഹലോ സഈദേ, ഒന്ന് ഇങ്ങോട്ട് വരണം. അപ്പൊ സഈദ് ബിൻ മുസയ്യിബ് പറയും, എന്റെ കാര്യത്തിനോ രാജ്യത്തിന്റെ കാര്യത്തിനോ ആണ് ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങളുടെ ആവശ്യമാണ് ഇങ്ങോട്ട് വരണം, ഞാൻ റസൂലുള്ളാഹിന്റെ പള്ളിയിലാണ്, ഇങ്ങോട്ട് വരാം. അങ്ങനെ പറയാൻ തന്റെ ഇടമുള്ള അവകാശമുള്ള പണ്ഡിതനാ. ആ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോ രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞു, എന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ കെട്ടിച്ചൂടെ, പ്രിൻസിനെ കൊണ്ട് കെട്ടിച്ചൂടെ. ബഹുമാനപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ പറഞ്ഞു, വേണ്ട, എനിക്ക് എന്റെ മോളെ കൊട്ടാരത്തിലേക്ക് വിടാൻ എനിക്ക് മകളില്ല, എന്റെ മകളെ കെട്ടിച്ചു തരൂല. അതിന്റെ പേരിൽ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളെ ഭരണാധികാരി ആക്രമിച്ചിട്ടുണ്ട്. ചരിത്രം ഞാൻ നീട്ടി പറയുന്നില്ല. എന്നാലും സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പിന്നീട് ആ മകളെ കെട്ടിച്ചു കൊടുത്തത് നല്ല വിജ്ഞാനമുള്ള, വിവാഹം കഴിച്ചിട്ട് ഭാര്യ മരിച്ചുപോയ ഒരു പാവപ്പെട്ട ആൾക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോ ആ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരുമകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം പുതിയ പെണ്ണ് ചോദിച്ചു, എവിടെ പോവാ? വേറെ എവിടെയും പോവല്ല മോളെ, ഞാൻ നിന്റെ വാപ്പാന്റെ ദർസിൽ ഓതാൻ പോവാ. അപ്പോൾ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകള് പറയാണ്, പോകണ്ട പോകണ്ട, ഉഅല്ലിമുക ഇൽമ സഈദ്, എന്റെ വാപ്പ ഓതി കൊടുക്കുന്ന ഹദീസ് ഞാൻ ഇവിടുന്ന് പറഞ്ഞു തരാം. അതുപോലെ ഡൽഹിയിലേക്ക് പോയാൽ ഡൽഹി ജമാ മസ്ജിദിന്റെ മുമ്പിൽ നിന്ന് ഗട്ടാവാലി മസ്ജിദ് എന്ന ദരിയാഗഞ്ചിലേക്ക് പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ പേര് ഗട്ടാവാലി പള്ളി എന്നും മസ്ജിദ് സീനത്ത് ബീഗമെന്നുമുണ്ട്. ആ പള്ളിയുടെ മുറ്റത്തൊരു മഹദിയുടെ ഖബറുണ്ട്. അത് ഔറംഗസീബിന്റെ മകളാണ്, സീനത്ത് ബീഗമാണ്, ചില്ലറക്കാരിയല്ല. സീനത്തു തഫാസീർ എന്ന തഫ്സീർ എഴുതിയ മഹദിയാണ്, ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മഹദിയാണ്. അവിടെ കിടക്കുന്ന സീനത്ത് ബീഗം കേട്ടോ, ഔറംഗസീബ് ഭരണാധികാരിയായിരിക്കുമ്പോഴും ഇൽമ പഠിച്ച ഫതാവ അലംഗീരി എന്ന ലോകപ്രസിദ്ധമായ ഇസ്ലാമിക മതവിധികളുടെ കളക്ഷന്റെ നേതാവായ ഔറംഗസീബ് ഭരണാധികാരി മകളെ ആലിമയാക്കി പഠിപ്പിച്ചു കൊണ്ടുവന്നു. നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നേരമില്ല. മോളെ മെഡിസിൻ, എഞ്ചിനീയറിംഗിനും ആരുടെയും കൂടെ ആരും ഇല്ലാതെയും ഒക്കെ എവിടെയും വിടാൻ നിൽക്കുന്നവരാണ്. എന്നാൽ വരണേ ഉമ്മമാരെ, നീട്ടി പറയാനുള്ള നേരമില്ല. നമ്മുടെ അജണ്ടകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിപ്പിടിച്ച ദീനിന്റെ കാവൽക്കാരിയായി മോള് മാറണേ. റസൂലുള്ളാഹിന്റെ ദീനിന്റെ കാവൽക്കാരിയായി മാറണം. അപ്പോഴാണ് മഹത്വമുള്ള മുസ്ലിം സ്ത്രീയായി മാറുക. അള്ളാഹിന്റെ ദീനിന്റെ കാവൽക്കാരിയാകണം. അതാണ് മഹാന്മാരായ മുൻഗാമികളുടെ മുഴുവനും ഭാര്യമാര് കാണിച്ചു തന്നത്. അവര് തെരുവിലിറങ്ങിയിട്ട് പറയാണ്, ഞങ്ങൾ തൽക്കാലം പ്രസവമൊക്കെ നിർത്തിയൊക്കെയാണ്, പ്രസംഗമൊക്കെ തുടങ്ങാൻ പോവാണ് എന്നല്ല മഹാന്മാരുടെ ഭാര്യമാര് പറഞ്ഞത്. ഇന്നത്തെ താത്താമാര് പറഞ്ഞിട്ടെങ്കിൽ ഇറങ്ങിയേക്കാണ്, പ്രസംഗിക്കണോ ഞങ്ങൾ ഓക്കെയാണ്, പ്രസവിക്കണോ ഞങ്ങളെ കിട്ടൂല. ഈ നിലയ്ക്ക് താത്തമാരിറങ്ങിയ കാലമാണ് കേട്ടോ. എന്നാൽ ഇമാമിങ്ങളുടെ ഭാര്യമാരങ്ങനെയല്ല. തീജ്വാലകളിലൂടെ കനൽപഥങ്ങളിലൂടെ നടന്നു നീങ്ങിയിട്ട് ഇസ്ലാമിക സേവനത്തിനിറങ്ങിയ മഹാന്മാരായ പണ്ഡിത തേജസ്വികളുടെ കാവൽക്കാരികളായിരുന്നു. അവളുടെ അരമനയിലെ രാജാത്തികളായിരുന്നു. അറിയുമോ, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ അസ്മാ ബിൻത് ഉമൈസാലാണ് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയപ്പോൾ ജഅഫർ തയ്യാറിനെ സഹായിച്ച മഹദിയാണ്. തിരിച്ചു വന്നിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോഴും കൂടെ കൂടിയിട്ട്
തീജ്വാല സമാനമായ ജീവിതം അഭിമുഖീകരിച്ചപ്പോ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊക്കെ അന്ന് റസൂലുള്ളാഹിനെ ഇട്ടിട്ട് എത്യോപ്യയിലേക്ക് അങ്ങ് പോയില്ലേ എന്ന് പറഞ്ഞൊരു ചെറിയ കളിയാക്കലങ്ങ് നടത്തിയപ്പോ അസ്മാ ബിൻത് ഉമൈസ് റസൂലുള്ളാഹിനോട് കംപ്ലൈന്റ് ചെയ്യുന്നു, നബിയേ അതാ ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ പറയുന്നുണ്ട് നബിയേ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു മുഹാജിറാണെങ്കിൽ നിങ്ങൾ ഡബിൾ മുഹാജിറാണ്. എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി, അവിടെ പോയി കുറെ കഷ്ടപ്പാട് സഹിച്ചു, തിരിച്ചു വന്നിട്ട് വീണ്ടും മദീനയിലേക്കും വന്നു. അപ്പോൾ 2 ഹിജ്റയുടെ കൂലിയുള്ളവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സമാധാനപ്പെടുത്തി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചു കളയാൻ മുശ്രിക്കീങ്ങൾ തീരുമാനിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംഘം ചേർന്ന് വധിക്കാൻ തീരുമാനിച്ചപ്പോ അതാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടന്ന വിവരം റസൂലുള്ളാഹിക്ക് നൽകിയത് 100 വയസ്സ് കഴിഞ്ഞൊരു ഉമ്മാമയാണ്, റുഖിയ്യ ബിൻത് സൈഫി റളിയല്ലാഹു അൻഹ. മഹദി അവர்கள் അറിയാണ് നബി തങ്ങളെ കൂട്ടം കൂടിയിട്ട് കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഉമ്മാമ വരുന്നു, റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ അതീവ രഹസ്യമായി കൈകാര്യം ചെയ്ത വിഷയം റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് ഓടി വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് അവരതാ വധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നബിയേ എന്ന് പറഞ്ഞിട്ട് നേരെ ഹിജ്റ പോയി. 100 വയസ്സ് കഴിഞ്ഞ റുഖിയ്യ ബിൻത് സൈഫി റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂൽ അപ്പോഴാണ് അലിയാർ തങ്ങളെ പിടിച്ച് വിരിപ്പിൽ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നത്. അന്ന് സേവനം ചെയ്ത മഹദിയാണ് റുഖിയ്യ റളിയല്ലാഹു അൻഹാ എന്ന ചരിത്രം പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പുറപ്പെട്ടപ്പോ ഗാർ സൗർ എന്ന ഗുഹയിൽ പോയിരുന്നില്ലേ? ആ സമയത്ത് പാതിരാത്രി ആരോരുമില്ലാത്ത മരുഭൂമിയിലൂടെ മല കയറിയിട്ട് റസൂലുള്ളാഹിക്ക് വെള്ളം കൊണ്ട് കൊടുത്തതാരാണ്? മോളെ ചരിത്രം പഠിച്ചോ, ആരാണ്? കഅബാലയത്തിൽ നിന്ന് ഇന്നും നമ്മളൊക്കെ പോകുമ്പോ വാഹനം കയറി പോണ ദൂരമാണ് അഥവാ മക്കയുടെ തെക്കുഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോ അല്പം നടന്നു പോകേണ്ട ദൂരത്താണ് സൗർ ഗുഹയുള്ള മലയുള്ളത്. പാതിരാത്രി സമയത്ത് അതാ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. റസൂലുള്ളാഹിക്കുള്ള ഭക്ഷണമാണ്. മരുഭൂമിയിലൂടെ നടന്ന് മല കയറിയിട്ട് ആ ഗുഹയുടെ ഉള്ളിൽ ഭക്ഷണം കൊണ്ടു കൊടുത്തതാരാണ്? ചെറുപ്പക്കാരിയായ അസ്മാ ബിൻത് അബീ ബക്കർ എന്ന വനിതയാണ് മോളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തിട്ട് നടന്നു പോയ മഹദിയാണ്. അതുപോലെ അറിയുമോ, ഹുദൈബിയ്യ സന്ധിയുടെ സമയത്ത് ശത്രുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള കരാർ എന്താണ്? മക്കത്ത് നിന്ന് ആരെങ്കിലും മദീനത്തേക്ക് വന്നാൽ അവരെ സ്വീകരിക്കാൻ പാടില്ല. ഇസ്ലാമിലേക്ക് ഒരാൾ പുതുതായിട്ട് മുശ്രിക്കീങ്ങളിൽ നിന്ന് വന്നാൽ സ്വീകരിക്കാൻ പാടില്ല. അതേസമയത്ത് മദീനത്തിൽ നിന്ന് ആരെങ്കിലും മക്കത്തേക്ക് വന്നാലോ ഞങ്ങൾ തിരിച്ചുവിടില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഉടമ്പടി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്യാഗം സഹിച്ച് സ്വഹാബത്തിന് മനസ്സമാധാനം നൽകി അവർക്ക് ഉപദേശിച്ചു കൊടുത്ത് 2 മുഅ്മിനീങ്ങളെ തിരിച്ചുവിടേണ്ടി വന്നു. അപ്പോഴാണ് മൂന്നാമത് വരുന്നതൊരു മഹദിയാണ്. ഉമ്മു കുൽസൂം ബിൻത് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് റളിയല്ലാഹു അൻഹ വരികയാണ്. നബിയേ എന്നെ മടക്കി വിടല്ലേ നബിയേ. പുരുഷന്മാരെ മടക്കി വിട്ടതുപോലെ ഈമാൻ കൊണ്ട് ഞാൻ നാടുവിട്ട് ഇതാ ഇന്നത്തെ എക്സ്പ്രസ് ഹൈവേയിൽ 450 കിലോമീറ്റർ ദൂരമുണ്ട്. മരുഭൂമിയും മലയും മാത്രമുള്ള ഈ വഴിയിലൂടെ നടന്നിവിടെ എത്തിയതാണ്. എന്നെ മടക്കി വിടല്ലേ നബിയേ. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ ബിൻത് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് നിലവിളിക്കുമ്പോൾ ഖുർആൻ ഇറങ്ങുകയാണ്. യാ
അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന. അല്ലയോ മുഅ്മിനീങ്ങളെ, മുസ്ലിം വനിതകൾ മുഅ്മിനാത്തുകളായ സ്ത്രീകള് ഹിജ്റ ചെയ്ത് ഇവിടേക്ക് വന്നാൽ അവരെ നിങ്ങളൊന്ന് പരിശോധിക്കണം, മുഅ്മിനീങ്ങൾ തന്നെയാണോന്ന്. അല്ലാഹു അഅലമു ബിഈമാനിഹിന്ന ഫഇൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തിൻ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. അവർ ഈമാനുള്ളവരാണെന്നറിഞ്ഞാൽ അവരെ മടക്കി വിടല്ലേ, അവരെ അവിടെ തന്നെ നിർത്തണേ എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയത് ഉമ്മു കുൽസൂം ബിൻത് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിന്റെ ജീവിതമാണ്. ഉമ്മമാരെ, അതാണ് ധീരവനിതകൾ. ഈമാനിന് വേണ്ടി ജീവത്യാഗം നടത്തിയിട്ട് നാടും വീടും കൂടും പണവും പരിവട്ടങ്ങളും മുഴുവനും ഒഴിവാക്കിയിട്ട് മദീനത്തേക്ക് റസൂലുള്ളാഹിന്റെ ജിവാറിൽ വന്ന മഹദിയാണ്. കാരണം എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹുവിന്റെ ദീനാണ്. ആ മതത്തിന്റെ അനുയായികളാണ് നമ്മളാണ്. ഇന്നിതാ സിനിമ കണ്ടിട്ട് ഈമാൻ കളയുന്നു, ഏതെങ്കിലും ഒരുത്തിന്റെ കൂടെ ചാടിപ്പോയിട്ട് മതം മാറുന്നു. അതുപോലെ തന്നെ ചാരിത്രം അവിഹിതമായി നഷ്ടപ്പെടുത്തിയിട്ട് സമുദായത്തിന് മുഴുവനും ആക്ഷേപത്തിനിരയാക്കുന്നു. പെങ്ങളെ, നീ ചരിത്രം പഠിക്കണം, ഇസ്ലാമിന്റെ ഇന്നലകളെ ഉൾക്കൊള്ളണം, മഹദികളുടെ മാർഗത്തിലേക്ക് പോയിക്കോ. സമയം പോരാ, അതാ വരട്ടെ. അബൂലഹബിനെ അറിയാത്തവരില്ലല്ലോ, അള്ളാന്റെ ശാപം കിട്ടിയവനാണല്ലോ. ആ അബൂലഹബിന്റെ ഭാര്യയും ചില്ലറക്കാരിയല്ലല്ലോ, റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച പെണ്ണാണല്ലോ, ഉമ്മു ജമീൽ എന്ന പേരാണല്ലോ. എന്നാൽ അബൂലഹബിന്റെ സഹോദരനായ അബ്ബാസ് എന്നവരുടെ ഭാര്യയായ ഉമ്മുൽ ഫദ്ലിനെ അറിയുമോ? പണ്ടേ ഈമാൻ സ്വീകരിച്ച മഹദിയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽക്കാലം നിങ്ങൾ ആ ഈമാൻ മറച്ചു വെച്ചോ. ഇപ്പൊ ഫ്ലാഷിംഗ് ഉണ്ട്. ഫളിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം, ഈമാനിനോടുള്ള അഭിനിവേശമാണ്. ആ ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു അൻഹാ അബൂലഹബിന്റെയും ഉമ്മു ജമീലിന്റെയും ഗൂഢാലോചനകൾ മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിനെ എത്തിച്ചു കൊടുക്കുന്ന അന്വേഷണ വിഭാഗത്തിന്റെ മേധാവിയാണ്. അപ്പോൾ ബദർ യുദ്ധം വന്നു, മുസ്ലിമീങ്ങൾ വിജയിച്ചു. മക്കളും അവിടുത്തെ അടിമയായ അബൂ റാഫിഉമൊക്കെ ആഘോഷം നടത്താൻ പോവാണ്. ഉമ്മുൽ ഫദ്ൽ പറഞ്ഞു, തൽക്കാലം ലീക്കാക്കരുത്, ഉള്ളിൽ സന്തോഷിച്ചോ, പുറത്ത് സന്തോഷം കാണിക്കണ്ട. പക്ഷേ അബൂ റാഫിഉ റളിയല്ലാഹു അൻഹുവിനെ ഈമാനിന്റെ തളപ്പ് കൊണ്ട് പറയാതിരിക്കാൻ വയ്യ. അബൂലഹബിന്റെ മുമ്പിൽ നിന്നിട്ടങ്ങ് വിളിക്കുകയാണ്, അല്ലയോ അബൂലഹബേ, റസൂലുള്ളാഹിന്റെ സൈന്യം ജയിച്ചത് കണ്ടോ? ധിക്കാരിയായ അബൂലഹബ് അബൂ റാഫിഉ എന്നവരെ അങ്ങ് ആക്രമിക്കുകയാണ്. എടാ, നീയൊക്കെ കൂടെ നിന്നിട്ട് ഇങ്ങനെയാണോടാ ചെയ്യുന്നത് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട അബൂ റാഫിഉ റളിയല്ലാഹു അൻഹുവിനെ അബൂലഹബ് അങ്ങ് ആക്രമിക്കുമ്പോ മഹദിയായ ഉമ്മുൽ ഫളിൽ ഈമാൻ അതുവരെ പുറത്തു കാണിക്കാത്ത മഹദിയാണ്. ദേഷ്യം പിടിച്ച് ഈറ്റപ്പുലിയെ പോലെ ചാടി വന്നിട്ട് മുതലാളിയില്ലാത്ത പാടിമേ, നീ ഇങ്ങനെ കയ്യേറ്റം ചെയ്യുകയാണോടാ എന്ന് ചോദിച്ചിട്ട് അബൂലഹബിന്റെ മുമ്പിലേക്ക് വന്ന് പന്തലിന്റെ തൂണ് വലിച്ചൂരിയിട്ട് തലക്കൊരടിയങ്ങൾ കൊടുക്കുന്നു. ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു അൻഹാ ഈറ്റപ്പുലിയെ പോലെ ഈമാനിന് വേണ്ടി നിന്ന മഹദിയാണ്. അബൂലഹബ് ഈ അടിയുടെ കാരണത്താലാണ് മരിച്ചുപോയതെന്ന് ചരിത്രം പറയുമ്പോ ഈമാനുള്ള കൽബിന്റെ ഉടമകളാണ് മഹദികളായ മുൻഗാമികൾ. അവര് നാളെ പറുദീസയിൽ പാറിപ്പറക്കുമ്പോ, മോളെ, നീ ഇങ്ങനെ കമന്റ് പഠിച്ച് മെസ്സേജ് അയച്ച് SMS അയച്ച് മിസ്കോളം വിട്ട് നീ നിന്റെ ജീവിതം മുഴുവനും തെരുവ് ദണ്ഡിയായി തൊലച്ചു കളയണ്ട. രാവിലെ ട്യൂഷന് വേണ്ടി ഇറങ്ങുന്ന 16-കാരി വൈകുന്നേരം വീട്ടിലെത്തുന്നത് 6 മണിക്കാണ്.
വാപ്പ ഗമയിലാണ്, എന്റെ മോള് ബിടെക്കിനാണ്, ഉമ്മ ഗമയിലാണ്, എന്റെ മകള് എംടെക്കിനാണ്, സഹോദരന്മാര് ബൊമ്പിലാണ്, എന്റെ മകൾ എന്റെ പെങ്ങള് MCAക്കാണ്. എടാ, നിന്റെ പെങ്ങള് രാവിലെ മുതൽ ഇറങ്ങിയിട്ട് നിഷ്കരിക്കാത്ത പകലും അന്യപുരുഷന്മാരോട് കമന്റടിക്കുന്ന ജീവിതവും നാളെ എവിടെ എത്താനാണ്? ഈമാനിന്റെ ശകലമുണ്ടെങ്കിൽ വിരിമാറിലൊന്ന് കൈവച്ചിട്ട് ആലോചിച്ചു നോക്കൂ. നമുക്കിപ്പോ അജണ്ടയൊന്നുമില്ല. ഈ ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിൽ ഗമനടിക്കാൻ നടക്കുന്നവർ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച വഴിയല്ല നമുക്ക് ഓർമ്മ. ഇപ്പൊ കണ്ടില്ലേ, ലോകത്ത് നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ പോവുകയാണ്. എവിടേക്കാണ് പോണത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് പോവാണ് മക്കയിലേക്ക്. മക്കയിൽ പോയിട്ട് എന്താ പണി? ഉംറയുടെ ഭാഗമാണെങ്കിലും ഹജ്ജിന്റെ ഭാഗമാണെങ്കിലും 3.5 കിലോമീറ്റർ നടക്കണം. സഈൽ എന്തിനാ നടക്കുന്നത് 3.5 കിലോമീറ്റർ? ഇന്ന സ്വഫാ വൽ മർവത മിൻ ശാഇരില്ലാഹ്. സഫ മർവ എന്നീ 2 കുന്നുകൾ അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്. അതിന്റെ ഇടയിൽ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശാഇരില്ലാഹി ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി യതവഫ ബിഹിമാ. ആ സഫാ മർവയ്ക്കിടയിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 7 തവണ നടക്കണം. എന്തിനാ നടക്കുന്നത്? ഈമാനുള്ള ഒരു ഉമ്മ നടന്ന വഴിയാണത്. അതുകൊണ്ട് നടക്കണേ ഹാജിയാരെ, അതുകൊണ്ട് നടക്കണേ ഉംറ ചെയ്യുന്നവരെ. 1000 കൊല്ലങ്ങൾക്കപ്പുറം ഈമാനുള്ള ഒരു ഉമ്മ നടന്ന വഴിയാണ്. അതുകൊണ്ട് നീ ഇന്ന് നടക്കണം. ആണും പെണ്ണും കുട്ടിയും വലുതും ഒക്കെ നടക്കണം. എന്താണ്? ഈമാനുള്ള ഒരു ഉമ്മാക്ക് നൽകിയ ബഹുമാനമാ ഉമ്മയാരാ? ഉമ്മു ഇസ്മാഈൽ ഹാജർ അലൈഹിസ്സലാം. ഹാജർ അലൈഹിസ്സലാം എന്ന മഹദി നടന്ന വഴിയാ. എന്തിനാ? ഓമനമോൻ ദാഹിച്ച് വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുമ്പോ വെള്ളം ഉണ്ടോന്ന് നോക്കാൻ നടന്നതാ. പക്ഷേ അവിടെ വന്ന് താമസമായത് ഈമാനോടുകൂടി ആയതുകൊണ്ട് ആ നടത്തത്തിന് ബഹുമാനുണ്ട്. നാളെ മുതൽ വരുന്ന എല്ലാ ആളുകളും അത് ഓർത്തോളണം. ചില ആളുകൾ പറയും മഹാന്മാരെ ഓർക്കാൻ പാടില്ല, മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയി അനുഗ്രഹം എടുക്കാൻ പാടില്ല. ഹജ്ജിന്റെ വൽഹാസിൽ ആകത്തുക അതേ ഉള്ളൂ. എന്തിനാ കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോ ആദ്യം ഹജറുൽ അസ്വദിന്റെ മൂലന്ന് തുടങ്ങുന്നേ? അള്ളാൻ റസൂൽ മുത്തിയ കല്ല് അവിടെ ഇരിക്കുന്നോണ്ടാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോ കാണാൻ ഒരു സ്വർണ്ണക്കൂട്ടിനുള്ളിൽ ഒരു സാധനം ഇരിക്കുന്നു. ആളുകളെല്ലാം അതിന്റെ പിന്നീന്ന് നിസ്കരിക്കണു. എന്താ കാരണം? അള്ളാഹ് പറഞ്ഞതാണ് അതിന്റെ പിന്നീന്ന് നിസ്കരിക്കാൻ. എന്താണ് ആ സാധനം? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാല് തട്ടിയ കാലടയാളമുള്ള കല്ലാണത്. അതിന്റെ പേര് മഖാമി ഇബ്രാഹിം എന്നാണ്. അതിന്റെ പിന്നീന്ന് നിസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. അപ്പൊ അവിടെ പോയിട്ട് ഇബ്രാഹിം നബി ഓർത്തുകൂടാന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാണ്. അവിടെ പോയ ഹാജർ അലൈഹിസ്സലാമിനെ ഓർത്തുകൂടാന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാണ്. ഇതെല്ലാം കഴിഞ്ഞ് തവാഫ് ചെയ്ത് അല്പം ക്ഷീണിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ എന്ന് വരുമ്പോ നീ സുന്നത്തായിട്ട് വെള്ളം കുടിക്കണം. ഏത് വെള്ളമാണ്? പണ്ടൊരു കുഞ്ഞിന്റെ കാലിട്ടടിച്ചെടുത്ത് വന്ന വെള്ളമാണ്. ഏത് കുഞ്ഞാത്? ഇസ്മായിൽ നബി എന്ന അനുഗ്രഹീതനായ കുഞ്ഞാണത്. അതുകൊണ്ട് ആ ബറക്കത്തെടുത്ത വെള്ളം നീ കുടിക്കണം. അള്ളാഹ് റസൂലിന്റെ ബറക്കത്തും അതിലുണ്ട്. അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറ്റിലേക്ക് തുപ്പിയിട്ടുള്ളതായി നമുക്ക് റിവായത്തുകളിൽ കാണാം. അപ്പൊ അമ്പിയാക്കന്മാരുടെ മുഴുവനും ബറക്കത്തുള്ള വെള്ളമാണ്. ബറക്കത്തുള്ള വെള്ളം കുടിക്കണം, ബറക്കത്തുള്ള സ്ഥലത്ത് നിൽക്കണം, ആ കുന്നുകൾക്കിടയിൽ നടക്കണം. ആ സ്ഥലങ്ങളെല്ലാം അനുഗ്രഹമെടുക്കാനുള്ള സ്ഥലങ്ങളാണ്. ആ ഇടങ്ങളെല്ലാം പവിത്രമായ സ്ഥലങ്ങളാണ്. കാരണം ഈമാനുള്ള ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ് കേട്ടോ. ആ ഈമാനുള്ള കുടുംബത്തെ നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴല്ലാതെ നിങ്ങളുടെ ഹജ്ജ് ഹജ്ജാകുന്നില്ല. അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് അള്ളാഹ് നിശ്ചയിച്ച രീതിയിൽ നിശ്ചിതമായ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുക. അപ്പൊ അള്ളാഹ് നിശ്ചയിച്ച സമയമാകണം, അള്ളാഹ് നിശ്ചയിച്ച രീതിയിലാകണം, അള്ളാഹ് നിശ്ചയിച്ച സ്ഥലത്താകണം. ഇതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മുഴുവനും മഹാന്മാരാണ്. ഇബ്രാഹിം നബിയുടെ നാട്, ആദം നബിയുടെ നാട്, ഹവ്വാ ബീവിയുടെ നാട്, അവർ രണ്ടും കണ്ടുമുട്ടിയ സ്ഥലം. ഇതൊക്കെയാണ് ചരിത്ര സ്ഥലങ്ങളായി നമ്മൾ ഹജ്ജിൽ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈമാനോടെ ജീവിക്കണം. ഉമ്മമാരെ, മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ആൻഡ് മോസ്റ്റ് മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് നിന്റെ ദീന് മുഴുവനും പണയം വെച്ചിട്ട് നടക്കണ്ട പെങ്ങളെ. നിനക്ക് അല്ലാഹുവിന്റെ മതം അറിയണം മോളെ.
ആയിഷ ബീവിയുടെ പിൻഗാമിയായി എന്റെ മോൾ ഉണ്ടായിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ വാപ്പായും ഉമ്മായും ഇല്ല. നഫീസത്തുൽ മിസ്രിയ അനുയായിയായിട്ട് എന്റെ പെങ്ങൾ എന്റെ മോൾ ഉണ്ടായിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ ഇവിടെ ആളില്ല. അങ്ങനെ അള്ളാഹുവിന്റെ മതം ഏറ്റെടുക്കാനുള്ള ഉമ്മയും പെങ്ങളും ഇല്ലാത്ത കാലം. എന്നാൽ ഇന്നലകളിൽ അറിയുമോ, നമ്മുടെ ഉമ്മമാര് നിർവഹിച്ച വൈറ്റൽ റോളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്നുണ്ടേ. അതിൽ ഒരു മഹദിയെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്റെ സഹോദരന്മാരെല്ലാം ഒന്ന് എഴുന്നേറ്റ്, സദസ്സിലുള്ള പുരുഷന്മാര്, പരിസരത്തുള്ള സഹോദരങ്ങള് ഒരു 5 മിനിറ്റ് ഒന്ന് അടുത്തു നിൽക്കുമോ? മദീനയിലെ രാജാവ്, ലോകത്തിന്റെ നേതാവ്, സർവ്വറെ ആലം ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമോ? അതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക ദഅവത്ത് നടത്തിയപ്പോ അത് ഏറ്റെടുത്തതിന്റെ പേരിൽ ചുട്ടുകൊള്ളുന്ന മണൽപ്പരപ്പിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മഹദിയാണ് ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയെ അറിയുമോ? മോളെ, വീട്ടിലിരുന്ന് രസിക്കാമായിരുന്നു, വീട്ടിലിരുന്ന് അനുകൂലങ്ങൾ ഉപയോഗപ്പെടുത്താമായിരുന്നു. പക്ഷേ അള്ളാന്റെ ദീനം ഏറ്റെടുത്തപ്പോ ചുട്ടുകൊള്ളുന്ന മണൽപ്പരപ്പിൽ കിടത്തിയിട്ട് സുമയ്യ റളിയല്ലാഹു അൻഹയും ആ കുടുംബത്തെയും അങ്ങ് പീഡിപ്പിക്കുമ്പോ അള്ളാന്റെ റസൂല് ചാരത്തുകൂടെ നടന്നു പോകുമ്പോ പറയുകയാണ്, സബറൻ ആല യാസിർ, ഓ യാസിർ കുടുംബമേ ക്ഷമിക്കണേ, മൗഇദകുമുൽ ജന്ന, സബറൻ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കണേ, മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു, ക്ഷമിക്കണേ. അത് കേട്ടുകൊണ്ട് തീജ്വാലകളിൽ കിടന്ന് പൊരിഞ്ഞ മഹദിയാണ് മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹാ. ഒന്നുകൂടി പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രചരണം നടത്തിയപ്പോ കൽബുകൊണ്ട് പ്രണയിച്ച് ഈമാൻ ഏറ്റെടുത്ത മഹദിയാണ് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹാ. അള്ളാന്റെ റസൂലിന്റെ ഈമാൻ അങ്ങേറ്റെടുത്ത് ഞാൻ റസൂലുള്ളാഹിന്റെ അനുയായിയാണെന്ന് പറഞ്ഞ് അതാ സഹോദരിമാരുടെ അടുക്കൽ ഇടയിലൂടെ നടന്നിട്ട് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതമങ്ങ് പ്രചരിപ്പിച്ചപ്പോ ഖുറൈശി നേതാക്കള് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയെ പിടിച്ചുകൊണ്ടുപോയി. 3 ദിവസത്തെ വഴിദൂരം കൊണ്ടുപോയി മരുഭൂമിയിൽ ചെന്നിട്ടൊരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയെ പീഡിപ്പിച്ചില്ലേ, വിഷമിപ്പിച്ചു കളഞ്ഞില്ലേ? മോളെ ആയിഷ, മോളെ ഫാത്തിമ, എന്റെ ശബ്ദം കേൾക്കുന്ന ഫാത്തിമമാരെ, ആയിഷമാരെ, പുതിയ പേരുകൾ ഞാൻ വിളിക്കുന്നില്ല. നിങ്ങൾക്ക് മഹദിയായ ആയിഷ ബീവി പോയ സ്വർഗം വേണ്ടേ? അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്ത സ്വർഗം വേണ്ടേ? അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ പറുദീസ വേണ്ടേ മോളെ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന ഭർത്താവ് ഇഞ്ചിഞ്ചായി മൂത്തത്തിന്റെ രണാങ്കണത്തിൽ തുണ്ടം തുണ്ടമായി വലിച്ചെറിയപ്പെടുമ്പോ എന്റെ ഭർത്താവ് നോമ്പുകാരനാണോ എന്ന് ചോദിച്ച് സമാധാനിച്ച അസ്മാ പോയ സ്വർഗം വേണ്ടേ? ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെട്ടു പോയപ്പോ ഇനി അകത്തിരിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച് ചാടി ഇറങ്ങിയിട്ടൊരു പുലിക്കുട്ടിയെ പോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽതഫത്തു യമീനം വലാ ശിമാലാ ഇല്ലാ വഹുനാക ഉമ്മഉമാറ. വലത്തോട്ട് തിരിഞ്ഞാലും ഉമ്മഉമാറയാണ്, ഇടത്തോട്ട് തിരിഞ്ഞാലും ഉമ്മഉമാറയാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തേക്ക് വരുന്ന അമ്പുകളും കുന്തങ്ങളും ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയ മഹദിയായ ഉമ്മഉമാറയെ മറന്നുപോയോ?
ഇബ്നു ഖുംആ എന്ന് പറയുന്ന ഒരു ധിക്കാരിയുടെ കുന്തം കൊണ്ടുവന്ന് മഹദിയായ ഉമ്മു ഉമാറയുടെ തോളത്തേക്ക് ആഴത്തിലങ്ങ് ആക്രമിച്ചപ്പോ അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് നിൽക്കുന്ന ഉമ്മു ഉമാറയുടെ പൊന്നുമോനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മോനെ, മോന്റെ ഉമ്മാനെ ഒന്ന് സഹായിക്കുമോനെ. അപ്പോഴാണ് ആഴത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ഉമ്മു ഉമാറ പറയുന്നു, നഫ്സി ഫിദാക യാ റസൂലല്ലാഹ്, എനിക്ക് എന്റെ ശരീരത്തിൽ ബേജാറില്ല നബിയേ, മോനെ നീ എന്നെ നോക്കണ്ട, എന്റെ പുന്നാര റസൂലുള്ളാഹിനെ നോക്ക് മോനെ എന്ന് പറഞ്ഞിട്ട് പൊന്നമോനെ പറഞ്ഞ ഉമ്മാൻക്ക് പകരം റസൂലുള്ളാഹിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞ മഹദിയാണ് ഉമ്മു ഉമാറ. അവരെ പാറിക്കളിക്കുന്ന പറുദീസയില് ഒന്ന് പോകണ്ടയോ ഉമ്മമാരെ, അവിടെ ഒന്ന് എത്തണ്ടയോ സഹോദരിമാരെ? എന്നാൽ ഒന്നാമതായി അൽ-ഈമാനുമില്ല, രണ്ടാമതായി മഹബ്ബത്തു റസൂലില്ല, മൂന്നാമതായി ആരാധനകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് ചേർന്ന് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ.